സിപിഎമ്മിന്റെ ഗൃഹസമ്പർക്ക പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സിപിഐഎം. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയണമെന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ പ്രചരണ പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു സർക്കുലറാണ് പാർട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിട്ടു, പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞതുമില്ല. അതിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് BJP-യുടെയും UDF-ന്റെയും കള്ളപ്രചരണങ്ങളാണ്. ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. ശരിയായ ധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കിടയിലേക്ക് പോകുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കുക എന്നുള്ള നിർദ്ദേശമാണ് അണികൾക്ക് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തർക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വിമർശനം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം കേൾക്കുക, അവർക്ക് പറയാനുള്ള സമയം കൊടുക്കുക, അവർ പറയുന്നത് ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, അങ്ങനെ അവരുമായി കയർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ശരിയായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ സ്വാഭാവികമായും ചെല്ലുന്ന പാർട്ടിക്കാരെടുത്ത് ചോദിക്കും. അപ്പോൾ അതിൽ സർക്കാർ സ്വീകരിച്ച നടപടി എന്താണ്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഒപ്പം പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉചിതമായ സമയത്ത് മറുപടി സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും പോകുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കണം. വീടുകളിൽ ചെന്ന് അവരോട് പരമാവധി അവരുടെ വീടുകളിൽ കയറി ഇരുന്ന് സംസാരിച്ച് സമാധാനപരമായി സംസാരിച്ച് പോകണം. ഇതെല്ലാം വിലയിരുത്തുകയും വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായ പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ പരിപാടിയാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടിയും അവിടേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സർക്കുലർ. TS ഹരികൃഷ്ണയാണ് പാർട്ടി ക്ലാസുമായി ബന്ധപ്പെട്ട സർക്കുലറിന്റെ വിശദാംശങ്ങൾ നൽകിയത്.